പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല പിതാവേ, ഞങ്ങളുടെ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഒരർഹതയുമില്ലായിരുന്നു ഞങ്ങളുടെ മേൽ അങ്ങയുടെ കൃപയും അങ്ങയുടെ സ്നേഹവും പകർന്ന് ഞങ്ങളെ വീണ്ടെടുത്ത് ഞങ്ങളെ നീതീകരിച്ച് അങ്ങയുടെ മക്കളാക്കി തീർത്തവിടെ വലിയ ദയക്കായിട്ട് സ്തോത്രം. അങ്ങ് ഞങ്ങളോട് പറഞ്ഞല്ലോ, ഞാൻ നിൻ്റെ അകൃത്യം ഇനി ഓർക്ക പോലുമില്ലെന്ന്. അതേ കർത്താവേ, ഞങ്ങളെ വീണ്ടെടുത്തതിന് ശേഷം ഒരിക്കൽ പോലും ഞങ്ങൾ ഏത് വിധത്തിലുള്ളവരാണെന്ന് പോലും അങ്ങ് ചിന്തിക്കാതെ അങ്ങകളെ അനുഗ്രഹിച്ച് വഴി നടത്തുന്നതിൻ്റെ കൃപയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ നന്മകൾക്കായി സ്തോത്രം. ഇന്നത്തെ ഞങ്ങളുടെ ക്ലാസ്സിനെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം കടന്നു വരുവാൻ സഹായിക്കണമേ. വഴിയാത്രകൾ, വാഹനങ്ങളായിരിക്കുന്നവരുണ്ട്, മറ്റ് ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ ക്ലാസ്സിൽ സംബന്ധിപ്പാൻ കഴിയാത്തവരുണ്ട്. കർത്താവരെല്ലാം അനുഗ്രഹിക്കും. ദൈവകൃപ അവരോട് കൂടെ ഇരിക്കും. അവരുടെ ആ സാഹചര്യങ്ങളിൽ അങ്ങയുടെ കരം നീട്ടി അവരെ സഹായിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി പാപസംബന്ധമായിട്ട് മരിച്ച് യേശുക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു, യേശുക്രിസ്തുവിനോട് കൂടെ എന്ന് പറയുമ്പോൾ തന്നെയും യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഉള്ളിൽ പ്രാപിച്ചുകൊണ്ട് ജീവിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇന്നലെ വരെയുള്ള നമ്മുടെ സ്വഭാവത്തിന് എന്ത് ചെയ്തിരിക്കുന്നു? ഒരു പരിപൂർണ വ്യത്യാസം സംഭവിച്ചിരിക്കുന്നു. ഇതിനെ പല പല ഉദാഹരണങ്ങളെ കൊണ്ട് വേദപുസ്തകം തെളിയിക്കുന്നുണ്ട്. വേറൊരു ഭാഗത്ത് പറയുന്നത്, കാട്ടൊരുവായിരുന്ന നിന്നെ, അല്ലെങ്കിൽ നമ്മളെ അവൻ വെട്ടിയെടുത്തിട്ട് നല്ല ഒലിവിനോട് എന്ത് ചെയ്തിരിക്കുന്നു? ചേർത്തൊട്ടിച്ചിരിക്കുന്നു. അപ്പോൾ ഇനി ആ ഒട്ടിച്ച് ചേർക്കപ്പെട്ടത് ഇനി എന്ത് ചെയ്യാൻ പാടില്ല? കാട്ടൊലിവിൻ്റെ ഫലം കായ്ക്കാനായിട്ട് പാടില്ല. അപ്പം അങ്ങനെ പല ഉദാഹരണങ്ങളിലൂടെയാണ് നമ്മളിൽ വെളിപ്പെടുന്ന ദൈവജീവൻ എന്താണെന്ന് വേദപുസ്തകം വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇവിടെ നാം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം, നീതീകരണം പ്രാപിച്ച നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു പുതിയ അനുഭവത്തിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? കടന്നു വന്നു. ആ പുതിയ അനുഭവം നമ്മളിൽ ചില പുതിയ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഉണ്ടായ നീതീകരണം പ്രാപിച്ച നമുക്ക് ആദ്യമുണ്ടായ അനുഭവം എന്ന് പറയുന്നത്, ദൈവത്തോട് നമുക്ക് സമാധാനം കിട്ടി. നമ്മൾ 5-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചു. 2, നമ്മുടെ പേരിന് വ്യത്യാസം വന്നു. കാൺമീൻ, നാൻ ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമ്മളോട് എത്ര വലിയ സ്നേഹം കാണിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പേര് മാറി, നമ്മുടെ റിലേഷൻഷിപ്പിലെ വ്യത്യാസം വന്നു. വി ആർ ഇൻ പീസ് വിത്ത് ഗാഡ്. നമ്മളിപ്പോൾ ദൈവത്തോടു കൂടെ. ഇത് രണ്ടും പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ മൂന്നാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ, സകല ദൈവിക വാഗ്ദത്തങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്തു? അർഹരായി തീർന്നു. കാരണം എന്താ? നമ്മൾ ദൈവമക്കളായി തീർന്നുകൊണ്ട്. അതുകൊണ്ട് ആ പൗലോസ് അപ്പോസ്തലൻ വേറെ ഭാഗത്ത് പറയുന്നത്, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ ക്രിസ്തു യേശുവിൽ എന്ത് ചെയ്തിരിക്കുക? നിറച്ചിരിക്കുക. അപ്പോൾ നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവൻ്റെ അവസ്ഥ മാറി, ദൈവമക്കളായി മാറി, ദൈവിക അനുഗ്രഹങ്ങൾക്ക് നമ്മൾ യോഗ്യരായി തീർന്നു, ദൈവത്തോട് നമുക്ക് സമാധാനം ലഭിച്ചു. ഇനി ടെക്നിക്കലി സ്പീക്കിംഗ് നമ്മുടെ വാസവും മാറി, താമസവും മാറ്റി, നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. അപ്പോൾ ഉയരത്തിലുള്ളത് തന്നെ നിങ്ങൾ ചിന്തിക്കണം. ഇനി ടെക്നിക്കലി നിങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? ട്രാൻസ്ഫർ ചെയ്ത് നിങ്ങളെ എന്ത് ചെയ്തിരിക്കുന്നു? സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുക. അതുകൊണ്ട് ഇനി ചിന്തിക്കേണ്ടത് ഭൗതികമായതല്ല, അല്ലേ? ഉയരത്തിലുള്ളത്. 5 സ്റ്റാർ ഹോട്ടലിലാണ് ഇപ്പം കൊണ്ടിരുത്തിയിരിക്കുന്നത് നമ്മൾ, അല്ലെ 7 സ്റ്റാർ ഹോട്ടൽ. അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ തട്ടുദോശയുണ്ട്. ഇപ്പം പിന്നെ അതിനൊക്കെ അവിടെ പെർമിഷൻ കിട്ടിയെങ്കിലും പണ്ട് അതൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഉയരത്തിലുള്ളത് എന്ത് ചെയ്യണം? ചിന്തിക്കണം. ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ കഴിയണം. ക്രിസ്തു യേശുവിൻ്റെ മനോഭാവം നിങ്ങൾക്ക് വേണം.
പോയ പോക്ക് കണ്ടോ? നിങ്ങൾക്ക് എന്നെ പോലെ ചിന്തിക്കാൻ കഴിയണമെങ്കിൽ എൻ്റെ മനസ്സുണ്ടെങ്കിലേ പറ്റത്തുള്ളൂ നിങ്ങൾക്ക്. അപ്പൊ നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിക്ക് വന്നിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ് ഇതെല്ലാം. ഒന്ന്, ഇതുകൊണ്ടായി ദൈവത്തോട് സമാധാനം. രണ്ട്, ദൈവ മക്കളായി, നമ്മുടെ പേര് മാറി. ഇന്നലെ ഒരു പിശാചിൻ്റെ കേട്ടോ, കാരണം പാപം ചെയ്യുന്നവനൊക്കെ പിശാചിൻ്റെ മക്കളെന്ന് അറിയപ്പെട്ടിരുന്നേ. ഇപ്പൊ അത് മാറി, നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി തീർന്നു. മൂന്ന്, ആ ദൈവിക വാഗ്ദത്തങ്ങൾക്ക് അവകാശി. 4, സ്ഥലം മാറി, താമസം മാറി, നമ്മുടെ സ്ഥലം മാറി. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു. അതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പൗരത്വം മാറി നമ്മുടെ. അതായിരിക്കും കുറച്ചുകൂടെ നല്ല. എന്നിട്ട് വേണം അങ്ങോട്ട് പോയി താമസിക്കാൻ, അല്ലെങ്കിൽ ഇറക്കി വിടുക ഇവിടുന്ന്. ഏത് പൗരത്വം ഇല്ലാതെ അവിടെ പോയി കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയുടെ വലിയൊരു പ്രശ്നം അതല്ലായിരുന്നോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? അവനെ ആദ്യം കൊണ്ടുവരാം. നമുക്ക് പൗരത്വം മാറി കിട്ടി. അഞ്ച്, പൗരത്വം മാറി കിട്ടിയതുകൊണ്ട് വാസസ്ഥലം മാറി നമ്മുടെ. എവിടാക്കി? സ്വർഗസ്ഥലങ്ങളിൽ നമ്മളെ ഇരുത്തിയിരിക്കുക. പൗരത്വം മാറി കിട്ടിയത് എന്ത് ചെയ്യും? സ്വർഗീയ പൗരന്മാരായി. അതെ, മറ്റേത് ഇസ്രായേൽ പൗരത്വത്തോട് സംബന്ധം ഇല്ലാത്തവരായിരുന്നു. ഇപ്പൊ നമുക്ക് സ്വർഗീയ പൗരത്വം, നമുക്ക് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. സ്വർഗീയ പൗരത്വം ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വാസസ്ഥലം മാറി കിട്ടി, സ്വർഗത്തിൽ നമ്മുടെ വാസം കിട്ടി. പിന്നെ അടുത്തത് പൗരത്വം മാറി കിട്ടിയോണ്ട് എന്തോ ചെയ്തു? നമ്മുടെ സ്വഭാവം മാറി, നമ്മുടെ ചിന്താരീതിയൊക്കെ മാറി, അല്ലേ? അപ്പൊ നമുക്ക് അതിനെന്തുവാ? ദ പേഴ്സണാലിറ്റി ചേഞ്ച്, വ്യക്തിത്വം മാറി. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ചിന്ത മാറി, ആഗ്രഹം മാറി, സ്വഭാവം മാറി, അല്ലേ? ചിന്ത മാറി, എല്ലാം മാറി. വി ആർ എൻറ്റയർലി. അത് കണ്ടുകൊണ്ടാ പറഞ്ഞ ഒരുവൻ ക്രിസ്തുവിൽ അയാൾ അവൻ പുതിയ സൃഷ്ടിയാ. കാരണം എല്ലാം മാറി, എല്ലാം മാറി, എല്ലാ തലത്തിലും, അല്ലേ? ഈവൻ മൈ ഡിസയേഴ്സ് ആർ ചേഞ്ച്ഡ്. എൻ്റെ ആഗ്രഹങ്ങൾക്ക് പോലും വ്യത്യാസം വന്നു, എൻ്റെ പ്രതികരണ രീതി വ്യത്യാസം വന്നു. ഇപ്പൊ ആഗ്രഹം മുഴുവൻ അതുകൊണ്ടായത് പറയുന്നത്, നിങ്ങളെ സ്വർഗസ്ഥലങ്ങളിൽ എത്തിയിരിക്കുന്നതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഉയരത്തിലുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഇനിയിപ്പോൾ എൻ്റെ എല്ലാം എന്തുവാ? കിങ്ഡം ഓറിയന്റഡ് ആൻഡ് ഇറ്റേണിറ്റി ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ദൈവരാജ്യ സംബന്ധമായ കാര്യങ്ങളാണ് ഇപ്പോൾ എനിക്ക് എന്ത് ചെയ്യുന്നത്? താല്പര്യം മുഴുവനും നിത്യമായതിലായ എൻ്റെ എന്ത് ചെയ്യുന്നത്? താല്പര്യം മുഴുവനും. ഇതൊക്കെ താൽക്കാലികമാണെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും നിലനിൽക്കുന്നതല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും ശാശ്വതമല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇതൊന്നും അധിക നാളൊന്നും ഇല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഈ വ്യക്തിത്വം മാറിയതിലാണ് നമ്മുടെ എന്തൊക്കെ മാറിയെന്നറിയാമോ? ഡിസയർ, ആഗ്രഹം, ലക്ഷ്യം, പിന്നെ ജീവിതം, ചിന്ത, സ്വഭാവം, പ്രതികരണ രീതി, എല്ലാത്തിലും വ്യത്യാസം വന്നു. കാളെ മാറി. മാറിയോലൊന്നും നിങ്ങൾ വേണം തീരുമാനിക്കാൻ കേട്ടോ. നിങ്ങൾ തീരുമാനിച്ചില്ലെങ്കിൽ നാട്ടുകാർ തീരുമാനിക്കും. ഈ തീരുമാനിക്കുന്നത് ഈ രണ്ട് കൂട്ടരാണല്ലോ. നമ്മൾ ആരാന്ന്, അല്ലേ? ആദ്യം നമ്മൾ തീരുമാനിക്കണം നമ്മൾ ആരാന്ന്. നമ്മൾ തീരുമാനിച്ചില്ലെങ്കിൽ നാട്ടുകാർ പറയും നീ ഏതാന്ന്.
ഓരോന്ന് പറഞ്ഞിട്ട് ആഗ്രഹം മാറി, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പിൻ. ലക്ഷ്യം മാറി. എന്തുവാ ലക്ഷ്യം? വല്ലവിധേനേ മരിച്ചവരിൽ നിന്നുള്ള ഒരു ഉയർപ്പ് പ്രാപിക്കണം. എനിക്ക് എന്നെ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷ എനിക്ക് എന്ത് ചെയ്യണം? തികയ്ക്കണം. അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യണമോ, ഞാനൊക്കെ ആരൊക്കെ ആയിത്തീരണമോ, എന്നിൽ എന്തൊക്കെ മാറ്റം വരുത്തണമോ, അതാ എൻ്റെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ ലക്ഷ്യം അതാ. അടുത്തത് എന്ത് പറഞ്ഞ്? എൻ്റെ ജീവിതശൈലിക്ക് തന്നെ മാറ്റം വന്നു, വളരെ വ്യത്യാസം വന്നു. എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വന്നു. എൻ്റെ പ്രതികരണ രീതിക്ക് മറ്റേ അങ്ങനല്ലായിരുന്നു. ഒന്ന് പറഞ്ഞാൽ 4 പറഞ്ഞിട്ട് അന്ന് ഉറങ്ങുള്ളായിരുന്നു, അല്ലെങ്കിൽ ഒരു സ്വസ്ഥതയില്ലായിരുന്നു. ഇപ്പോൾ എന്തുവാ? എന്നാ കേട്ടാലും ടോട്ടൽ ചേഞ്ച്. ആ മനുഷ്യനെ നോക്കിയിട്ടാണ് പൗലോസ് പറഞ്ഞത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. ശരീരത്തിൻ്റെ അവയവങ്ങളെല്ലാം നീതിയുടെ ആയുധങ്ങളായി ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഐ കനോട്ട് ഡു. എനിക്ക് പഴയ പോലെ ചിന്തിക്കാനൊക്കില്ല. ഇനിയും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എണ്ണം കൂട്ടാം, പക്ഷേ ഇത്രയും മതി നമ്മളെ പുതിയ മനുഷ്യനാക്കാനായിട്ട്. അപ്പം നമ്മുടെ എല്ലാത്തിലും എന്ത് ചെയ്തിരിക്കുന്നു? നീതീകരണം പ്രാപിച്ച ഒരു വ്യക്തിയെ നമുക്ക് ഈസി ആയിട്ട് പിൻ പോയിന്റ് ചെയ്യാൻ പറ്റും. രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ മിണ്ടാതെ നിൽക്കുന്ന കുഞ്ഞാടിനെ പോലെ. ഇങ്ങനെ ദൈവത്തിൻ്റെ സകല നീതി നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം. എ ഡിഫറെൻ്റ് ലൈഫ് സ്റ്റൈൽ. ആ പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചു. പഴയ മനുഷ്യൻ പുതിയ ഉടുപ്പിട്ട് വരികയല്ല ഇത്. ആ പഴയ മനുഷ്യൻ എന്ത് ചെയ്തു? മരിച്ചു. ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിതത്തിൽ തീരുന്ന ആ അനുഭവത്തെ അത് നീതീകരണമെന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടോ എന്നാണ് നമുക്കൊരു കുറേയൊക്കെ അല്ലല്ലേ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കണം. നമ്മളിപ്പോഴും പൗലോസ് പറഞ്ഞല്ലേ, വിശ്വാസത്തിൽ തന്നെ ഇരിക്കുന്നു എന്നുള്ള ഇടയ്ക്കൊന്ന് ചെയ്തോളോ. ഉറങ്ങുന്നതാണോ ഇല്ലെന്ന് ഇടയ്ക്കൊന്ന് പിച്ച് നോക്കിക്കോളോ. സ്വയം ഒന്ന് ക്ലാസ്സിൽ കഴിയിരിക്കും, പക്ഷേ ഇവിടെ തന്നെ ആണോന്ന്. എ സെൽഫ് ഇവാലുവേഷൻ ഈസ് എസെൻഷ്യൽ ഇൻ ക്രിസ്ത്യൻ ലൈഫ്. എവറി ഡേ, എല്ലാ ദിവസവും ഒരു സ്വയശോധനയ്ക്ക് വേണ്ടി. ഇന്ന് ഞാൻ സംസാരിച്ചില്ല, ഇന്നെൻ്റെ പ്രതികരണത്തിൽ, ഇന്നെൻ്റെ കൊടുക്കൽ വാങ്ങലുകളിൽ ഡിഡ് ഐ മിസ് സംതിങ്? എവിടെയെങ്കിലും ഞാൻ അവകാശപ്പെടുന്നത് പോലെയുള്ള ഒരു ജീവിതം എനിക്കിന്ന് കാഴ്ചവെക്കാനായിട്ട് സാധിച്ചു? ഞാൻ അവകാശപ്പെടുന്നത് എന്തുവാ? ഞാൻ നീതീകരിക്കപ്പെട്ട ഒരു വ്യക്തിയാണെന്ന്. അതുപോലൊരു ജീവിതം എനിക്കിന്ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞോ? എനിക്ക് ദൈവത്തോട് സമാധാനം ഉണ്ടോ ഇപ്പം? അതോ ഡിഡ് ഐ ലൂസ് മൈ പീസ്? എൻ്റെ സമാധാനം നഷ്ടപ്പെട്ടോ? ചിലർക്ക് എന്തോ ചെയ്താലും സമാധാനം നഷ്ടപ്പെട്ടില്ലല്ലോ. കാരണം എന്തോ സമാധാനം എന്തോന്ന് അറിഞ്ഞിട്ട് വേണ്ട ഇയാൾക്ക്. ദാറ്റ്സ് എ നോർമൽ ലൈഫ് അല്ലേ? ഡെയിലി വഴക്കുള്ള പണ്ടൊരു പെൺകുട്ടിയെ പോലെ ഉറക്കിടുക എന്ന് പറയുമോ? ഊറക്കിടുകയോ എന്തുകൊണ്ട് പറയാം അല്ലേ? ഉറക്കിടുക എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? ഈ പശുവിൻ്റെയൊക്കെ തോല് പ്രോസസ്സ് ചെയ്യുന്നതാണ്. അതിൻ്റെ ഒരു വാക്കുണ്ട്, ടാനിങ്. ഇംഗ്ലീഷ്, മലയാളത്തിൽ ഉറക്കിടുക എന്നാണ് പറയാൻ. അങ്ങോട്ട് അടുക്കാനൊക്കില്ല. അയ്യോ, ആ പ്രദേശത്തേക്ക് പോകാൻ പറ്റില്ല. അവിടേക്ക് ഒരു കൊച്ചിനെ കെട്ടിച്ചു വിട്ടു, നല്ലൊരു വീട്ടിൽ ജനിച്ചു വിടാൻ കൊച്ചിനെ. കാരണം വേറെ ഒന്നും നോക്കിയില്ല, പൈസ വേണ്ട അവർക്ക്. പൈസ മാത്രം നോക്കി എന്ത് ചെയ്തു? കൊച്ചിനെ പെണ്ണ് കാണാൻ വരുമ്പോഴും വീട്ടിൽ വരണ്ട, നമുക്ക് ഹോട്ടലിൽ വെച്ച് കാണാൻ പറഞ്ഞു. കാരണം ഇവരുടെ പ്രതാപം കാണിക്കാൻ. ഹോട്ടലൊന്നുമല്ല, ഇവിടെ മാറിയിട്ട് കയറാൻ പറ്റില്ല. അതാണ് സംഭവം. ഇവിടെ കയറി വന്ന ആരും എന്ത് ചെയ്യത്തില്ല, കൊച്ചിനെ തരത്തില്ല. അവിടെ എന്താ പറഞ്ഞു? നമുക്ക് എൻ്റെ ഹോട്ടലിൽ വെച്ച് നമുക്ക് കാണാമെന്ന് പറഞ്ഞു. അടിപൊളി എല്ലാം ചെയ്തു. കല്യാണം കഴിച്ചിട്ട് ഇനിയിപ്പോൾ ഇന്ന് ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ലല്ലോ. 2 ദിവസം വേണമെങ്കിൽ ഇവിടെ താമസിക്കാതെ 3-ാം ദിവസം കൂടെ വന്നല്ലേ പറ്റൂ. ഇവിടെ വന്നപ്പോൾ ഈ കൊച്ചിന് സഹിക്കുന്നില്ല. അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, മക്കളെ ഇങ്ങനെ ഇതാണ് നമ്മുടെ ബിസിനസ്, ഇതിൽ നിന്നാണ് നമ്മൾ പൈസയൊക്കെ എന്ത് ചെയ്യുന്നത്, ഉണ്ടാക്കുന്നത്. ജീവിച്ചേ പറ്റൂടെ. ഇനി പഴയ കാലം ഇറങ്ങിപ്പോകാനൊന്നും പറ്റില്ല, ഡൈവേഴ്സ് ഒന്നും നടക്കുന്ന കാലമല്ല അന്നത്തെ കാലത്ത്. എന്ത് ചെയ്യാനാ? ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് കരച്ചിൽ.
നിങ്ങൾ ആ വീട്ടിൽ പോയൊന്ന് നോക്കണ്ടായിരുന്നോ? ഞാൻ അവിടല്ലേ പോയി താമസിക്കണ്ടേ? നിങ്ങൾ പൈസ മാത്രം നോക്കിയിട്ട് ഹോട്ടലിലെ പ്രതാപവും കണ്ട് എന്നെ കെട്ടിച്ചയച്ചില്ല. കരച്ചിലോട് കരച്ചില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, പോട്ട് മോളെ, എന്തോ ചെയ്യാനോ, ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാ, നീ ഒരാഴ്ചയോളം അവൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചു, ജീവിതത്തിൽ നഷ്ടപ്പെടേണ്ടതൊക്കെ നഷ്ടപ്പെട്ടു, നിനക്ക് ഇനി ഒരു നിവൃത്തിയും ഇല്ല, നീ എങ്ങനെയെങ്കിലും അവിടെ സഹിച്ചും മരിച്ചവളൊക്കെ അങ്ങനെ അവിടെ ജീവിച്ചു. ഒരു മാസം കഴിഞ്ഞപ്പം വീണ്ടും ഇവിടെ ഒന്ന് വിളിച്ചുകൊണ്ടുവരാനായിട്ട് പോയി. അപ്പോൾ അമ്മ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെയടി മോളെ? ഇപ്പോൾ കുറച്ച് കുറവുണ്ട് അവിടെ. കുറച്ച് കുറവൊന്നല്ല, ഇവളാ മണത്തോട് അഡ്ജസ്റ്റ് ചെയ്തതാ. ഇവളെന്നും കേട്ട് എന്ത് ചെയ്തു, ആ മണമല്ലാതെ അയാൾക്ക്. ആക്ച്വലി മണമല്ല, നാറ്റമാണ്. ഇവളീ 3 ആഴ്ച കൊണ്ട് എന്ത് ചെയ്തു, അതിനോടത്ത് ചേർന്നു, അതങ്ങ് അഡ്ജസ്റ്റഡായി അവള്. നമ്മളീ പലർക്കും പറ്റിയ കുഴപ്പം അതാ. വി ആർ യൂസ്ഡ് ടു മെനി തിങ്സ്. പലതിനോടും നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തെ ആ പ്രതികരണ ശേഷി ഇപ്പം നമുക്കില്ല. ആദ്യം ഒരു അസഭ്യ വാക്ക് കേട്ട അയ്യോ എന്തു അസ്വസ്ഥതയായിരുന്നു. ഇപ്പം സ്ഥിരം കേട്ട് ഇപ്പം എന്നാ ചേട്ടാ പറയാത്തെന്നാ ചോദിക്കുന്നത്, പഴയ പോലെ. ഇപ്പം ഇത് കേട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. എന്താ സംഭവിച്ചത്? നമ്മൾ യൂസ്ഡ് ആയി കഴിഞ്ഞു. ഇനി ഇതിന് വ്യത്യാസം വരണമെങ്കിൽ ഈ ചില വീട്ടിൽ ഏട്ടമീൻ വെച്ച ഭയങ്കര നാറ്റായിരിക്കും. അയ്യോ എൻ്റെ അപ്പ. പക്ഷെ ആ വീട്ടിൽ താമസിക്കുന്നവർ ചിലപ്പോൾ അത് അറിഞ്ഞെന്ന് വരത്തില്ല. അറിയുന്നത് എപ്പോഴാണെന്നറിയോ, നമ്മൾ പുറത്തെങ്കൊക്കെ പോയി വലിയ കാര്യമൊക്കെ കഴിഞ്ഞിരുന്നു, മീൻ നാറിയിട്ട് ഇങ്ങോട്ട് കയറാൻ വയ്യാലോ എന്ന് പറയും നമ്മൾ. അപ്പോൾ അവർ ചോദിക്കും, എന്തൊട്ട് മീൻ നാറിട്ട്? ഇവിടെ ഞങ്ങളൊക്കെ ഞങ്ങൾക്കൊന്നും നാറില്ലല്ലോ, കാരണം അതിനകത്തല്ലേ താമസിക്കുന്നേ. ഞാൻ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? പാപത്തിൽ ജീവിക്കുന്നവന് ഒരിക്കലും പാപമായിട്ട് തോന്നില്ല. പുറത്തുനിന്ന് വരുന്ന ഒരുത്തനെ, വിശുദ്ധിയിൽ ജീവിച്ച ഒരുത്തനെ, ഇവരെന്താ ഇങ്ങനെ പറയുന്നേ, ഇവരെന്താ ഇങ്ങനെ ചെയ്യുന്നേ, ഇവരെന്താ ഇങ്ങനെ സംസാരിക്കുന്നേ എന്ന് തോന്നും. നമുക്കിപ്പോൾ എന്തോ പറ്റിയെന്നറിയാമോ? നമ്മൾ പലതിനോടും നമ്മൾ എന്ത് ചെയ്തു, യൂസ്ഡ് ആയിക്കഴിഞ്ഞു. വി അഡ്ജസ്റ്റഡ്. നമ്മുടെ സെൻസസ് ഒക്കെ അതിനകത്തോട്ട് എന്ത് ചെയ്തെന്നറിയാമോ, അഡാപ്റ്റ് ചെയ്തു, അതുമായിട്ട് യോജിച്ചു, അതുമായിട്ട് എന്തെന്നോ ഒരു പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല, കഴിയുന്നില്ല. അതിനിടയ്ക്കൊക്കെ വല്ലപ്പോഴും വേറെ ആരെങ്കിലും കൂടെ ഇടയ്ക്കൊന്ന് വീട്ടിൽ വിളിച്ച് കയറ്റുന്ന ഏറ്റവും സത്യം പറയുന്ന ഒരാളെ കയറ്റണം കേട്ടോ, സുഖിപ്പിക്കുന്ന ഒരാളെ കയറ്റരുത്. നീ നടന്നല്ലോ, ഇത് തന്നെ പലരുടെയും വായനാറ്റം. ചിലപ്പോൾ ഭാര്യ പോലും പറയത്തില്ല നടന്നു, കാരണം ഭർത്താവിനെ പേടിച്ചിട്ട്. ഈ മാസ്ക് വന്നുകൊണ്ടൊരു വലിയ ഗുണം അവനവന് മനസ്സിലായി, ഉണ്ടോ ഇല്ലയോ എന്ന്. മാസ്ക് ഇട്ടോടുകൂടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തന്നെ അറിയാം. ഉണ്ടെങ്കിൽ മാസ്ക് ഇടുന്ന ആൾക്ക് ആദ്യം അറിയാം. സ്തോത്രം പറഞ്ഞാൽ മതി, അന്നേരം അറിയാം നമ്മുടെ സ്തോത്രം നാറ്റമുള്ള സ്തോത്രമാണെന്നോ നല്ല സ്തോത്രമാണെന്നോ. ഞാൻ പറഞ്ഞു തന്നതിൻ്റെ എല്ലാം ഒറ്റ കാര്യമുള്ളൂ. അതിനാ ഇടയ്ക്കൊക്കെ ഉപവാസ പ്രാർത്ഥന നടത്തുന്നത്. അതിനാ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നത്, ദൈവസ്ഥൻ്റെ ഒരു സ്വയശോധനയ്ക്ക് വേണ്ടിയിരിക്കുന്നത്. അതാരും പറയുമൊന്നും വേണ്ട. ആഴ്ചയിൽ ഒരു ദിവസം ഒന്ന് ഉപവസിച്ച് ഒരു ആത്മശുദ്ധി വരുത്തുന്നത് ഏറ്റവും നന്നായിരിക്കും. അത് ആത്മശുദ്ധിക്കും ശരീരത്തിനും നല്ലതല്ല, എല്ലാം കൊണ്ട് നല്ലത്. ഉപവാസം ഇസ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. ചിലപ്പോൾ അന്നായിരിക്കും ആരെങ്കിലും ചിക്കൻ ഫ്രൈ വീട്ടിൽ കൊണ്ടിരുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്ന് നമ്മൾ ഉപവാസം എടുക്കാൻ തീരുമാനിക്കും, അന്ന് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വെറുതെ ആരെങ്കിലും കൊണ്ട് തരും വീട്ടിൽ. അപ്പോൾ പിന്നെ എന്താ പറയുക, എന്നാൽ ഇനി ഒരു കാര്യം ചെയ്യാം, നാളെ ആവാം നമ്മുടെ ഉപവാസം. പോയി ഇടയ്ക്കൊരു ആത്മശോധന ഏറ്റവും നല്ലതാണ്. ഞാൻ പറയുന്നത് അറ്റ്ലീസ്റ്റ് ആഴ്ച ഒരിക്കലെങ്കിലും, ഒരു നേരം എന്നല്ല, ഒരു ദിവസം. എല്ലാം കൂടെ ഉച്ചയ്ക്ക് അടിച്ച് കുട്ടി തിന്നിട്ട് പിന്നെ തിന്നാൻ ഇടമില്ലാത്തതുകൊണ്ട് വൈകുന്നേരം ഉപവാസം എടുക്കുന്നില്ല, അർത്ഥമൊന്നുമില്ല. ചിലരുണ്ട് ഉപവാസം കഴിഞ്ഞാൽ പറയും, ഇന്നലത്തെ മെഞ്ഞാനത്തേക്കൊക്കെ കൊണ്ടുപോവാ, ഇന്നലത്തെ മീൻ പൊരിച്ചത് എന്തിയെ മെഞ്ഞാനത്തേക്ക് ഇതെല്ലാം കൂടെ കൊണ്ട് ഉപവാസം കഴിഞ്ഞാൽ 3 ദിവസം കൂടെ ഒന്നിച്ച് അടിക്കുന്നവരുണ്ട്. അതിലെങ്കിൽ യാതൊരു അർത്ഥമില്ല എൻ്റെ കുഞ്ഞ്. ഇതൊക്കെ ആരെ ബോധിപ്പിക്കാനാ? ഇടയ്ക്കൊന്നൊരു ആത്മശോധന ഏറ്റവും നല്ലതാണ്. എൻ്റെ വ്യക്തിത്വത്തിന് മാറ്റം വന്നിട്ടുണ്ടോ?
എൻ്റെ ആഗ്രഹങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടോ? ജഡാഭിലാഷം ദൈവത്തിനും ദൈവിക ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. എൻ്റെ ലക്ഷ്യം തെറ്റിയോ? എനിക്ക് ഞാനൊരു പിശാച് ലക്ഷ്യം തെറ്റിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോയെന്ന് അറിയത്തില്ല. ശൗലിനോട് ദൈവം പറഞ്ഞു, നീ പോയി അമാലേക്കരെ തോൽപ്പിച്ച ആട് മുഴുവൻ നിർമൂലമാക്കുക, കാള ആട് ഒന്നിനെയും നീ എന്ത് ചെയ്ത് എടുക്കുന്നത്, മുഴുവൻ നശിപ്പിച്ചു. പക്ഷെ അവൻ അതിലേറ്റവും മേത്തരമായതിനെയൊക്കെ മാറ്റിയടിച്ച കൊണ്ടു. എന്തിനാന്നാ എന്നിട്ട് അവൻ പറഞ്ഞ് ശമൂൽ ചോദിച്ചു, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം അർപ്പിക്കുന്നതിന് വേണ്ടിയാ ഞാൻ ഈ നല്ലത് കണ്ടപ്പോൾ അടിച്ചോണ്ടിങ്ങ് പോന്നേ. അപ്പൊ ലക്ഷ്യം എന്തുവായിരുന്നു? ദൈവമായ യഹോവ അല്ലേ, ദൈവമായ യഹോവയ്ക്ക് യാഗം അർപ്പിക്കാൻ വേണ്ടി ഞാൻ കൊണ്ടുവന്നത്. പിശാച് നല്ല ലക്ഷ്യം ഇട്ട് കൊടുത്തു. കള്ളം പറഞ്ഞാലും കിട്ടുന്ന പൈസ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? 10 സൂചന വേലക്കാരെ സഹായിച്ചൂടെ? ലക്ഷ്യം, നല്ലൊരു ലക്ഷ്യം എന്ത് ചെയ്തു? ഇട്ടുകൊടുത്തു. ഗേഹസി നല്ല ലക്ഷ്യമല്ലേ ഒന്ന് പറഞ്ഞ്? ആ കുഷ്ഠരോഗം മാറിയ നയമാനോട് ഇപ്പം തന്നെ ശാലീല ദേശത്ത് നിന്ന് 2 പ്രവാചകന്മാർ വന്നു അവരുടെ കൈ കൊടുക്കാനായിട്ട് ഞങ്ങൾ ഇരുന്നില്ല. അതുകൊണ്ട് അവർക്ക് കൊടുക്കാൻ എനിക്കൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. എന്നിട്ട് എങ്ങടാ കൊണ്ടുപോയത്? അവനവൻ്റെ കൂടാരത്തെ കൊണ്ട് കുഴിച്ചിട്ട് ചെയ്തത്. ആരുടെ പേരും പറഞ്ഞാ മേടിച്ചേ? ആരുടെ പേര് പറഞ്ഞാ മേടിച്ചേ? ശാലീല ദേശത്ത് നിന്ന് ഇപ്പോൾ എന്ത് ചെയ്തിരിക്കുന്നു? ചില പ്രവാചകന്മാർ വന്നു കൊടുക്കാനായിട്ട്. എൻ്റെ പ്രവാചകന്മാർ, ഇത്രയും നന്മ ചെയ്തൊരു പ്രവാചകന്, കുഷ്ഠരോഗം മാറ്റിക്കൊടുത്തൊരു പ്രവാചകന് ഇങ്ങനൊരു ആവശ്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാസ്റ്റർ എന്തോ വേണം ചെയ്താൽ എൻ്റെ ആധാരം കൂടെ കൊണ്ടുകൊള്ളാൻ പറയും. ലക്ഷ്യം നല്ലതായിട്ട് കാണിച്ചു കൊടുത്തു. പക്ഷേ ശമൂവേൽ പറയുന്നു, കുഞ്ഞെ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ചെവിക്കൊള്ളുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. ഞാൻ പറയുന്നത് അനുസരിക്കാതെ നീ എനിക്ക് വേണ്ടി യാഗം അർപ്പിച്ചുകൊണ്ടൊന്നും എനിക്ക് യാതൊരു താല്പര്യവുമില്ല, അതിൽ പ്രസാദിക്കില്ല ഞാൻ. നമ്മുടെ ലക്ഷ്യം എവിടെങ്കിലും നമ്മൾ മാറിയോ? നമ്മൾക്ക് മാറിപ്പോയോ എവിടെങ്കിലും? ദൈവരാജ്യമെന്നും ആ ഒരു വലിയ ആ ദർശനം വിട്ടിട്ട് ഇപ്പം പണം സമ്പാദനം എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറിയോ? ഇന്നലെ ഒരു ദൈവദാസൻ, നമ്മുടെ ഒരു ദൈവദാസൻ എന്നെ കാണാനായിട്ട് വന്നു. ഈ കൊറോണയുടെ സമയത്ത് ദൈവദാസന്മാരെല്ലാം വളരെ വളരെ ദാരിദ്ര്യത്തിൽ കൂടെ, അതായത് റൈറ്റ് വേർഡ് ഉപയോഗിക്കാൻ. ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ 3 കുഞ്ഞുങ്ങളുണ്ട്. ഭാര്യയ്ക്കാണെങ്കിൽ ഒരു അല്പ മാനസിക അസ്വസ്ഥതയുണ്ട്. അപ്പം കുടുംബം പുലർത്താൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചു, പാസ്റ്റർ ഞാനൊരു പാർട്ട് ടൈം ജോലിക്ക് പോയിക്കോട്ടേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇഫ് ദാറ്റ്സ് വാട്ട് യു ഫീൽ, അപ്പം ദൈവം നിന്നോട് അങ്ങനെ സംസാരിക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചു. ഞാൻ തരുന്നത് ഞാൻ തന്നേക്കാം, കാരണം ഞാൻ തരുന്നതുകൊണ്ട് നിങ്ങളുടെ എല്ലാ കാര്യവും നടക്കത്തില്ല, എനിക്ക് യു ക്യാൻ ഗോ. അങ്ങനെ പുള്ളി ജോലി അന്വേഷിച്ച് ആദ്യം ഒരു മീൻകടയിൽ 5 മണി മുതൽ വൈകുന്നേരം 9 മണി വരെ നിൽക്കാനായിട്ട് ജോലി കിട്ടി. പച്ചമീൻ വെക്കുന്നിടത്ത് പുള്ളി ചെയ്തു. അത് കാരണം കുടുംബം പുലർത്തണ്ടേ. സ്വന്തം കുടുംബത്തെ നോക്കാത്തവനെങ്ങനെ അധികം സഭയെ നാളെ നോക്കുന്നത്? അപ്പം കുടുംബത്തെ അതിനേക്കാളല്ലേ. അപ്പം പുള്ളി ചെയ്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പം പുള്ളിക്ക് ഈ കൂടെ നിൽക്കുന്നവൻ്റെ ഭാഷ ഇവൻ്റെ ദൈവകൃപ ചോർത്തിക്കളയുന്ന ഭാഷയാണ്. കാരണം അവർക്ക് എന്ത് ഭാഷയും നമുക്ക് ഉപയോഗിക്കാമല്ലോ. അത് പുള്ളിക്ക് ഭയങ്കര വിഷമായി. അപ്പം കർത്താവ് എനിക്ക് വേറെ ജോലി വേണം, ഇതെനിക്ക് പറ്റത്തില്ല, ഇത് എന്നെക്കൊണ്ട് പറ്റുന്നില്ല. കാരണം എപ്പോഴും ഞാൻ ഇത് കേട്ടോണ്ടിരിക്കുക. അതുകൊണ്ട് എനിക്കിത് എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി വേദന അനുഭവിക്കുക ഞാൻ. അതുകൊണ്ട് ഞാൻ നിനക്ക് ആഗ്രഹം അങ്ങനെ വെച്ചാൽ നീ പൊക്കോ. അപ്പോൾ ഒരു പച്ചക്കറി കടയിൽ ജോലി കൊടുത്തു. അതും വൈകുന്നേരം, അത് രാവിലെ ഒരു 8 മണി തൊട്ട് വൈകുന്നേരം ഒരു 8 മണി വരെ നിൽക്കണം പുള്ളിക്ക്. ഞായറാഴ്ച തുറക്കുന്ന പച്ചക്കറി കടയാണ്. അപ്പം പിന്നെ പുള്ളി ഒരു പാസ്സാന്ന് അറിഞ്ഞുകൊണ്ട് ഞായറാഴ്ച മാത്രം പുള്ളിക്ക് ഒരു ഒഴിവ് കൊടുത്തു. പക്ഷേ പുള്ളിക്ക് പ്രാർത്ഥിക്കാനോ വചനം ധ്യാനിക്കാനോ പ്രസംഗം തയ്യാറാക്കാനോ ഒന്നും പറ്റുന്നില്ല. പുള്ളി ഭയങ്കരമായിട്ട് വിഷമം.
പുള്ളി പറഞ്ഞു എനിക്ക് പകുതി ശമ്പളം തന്നാൽ മതി, ഞാൻ ഉച്ചവരെ നിന്നോളാന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി ഉച്ചവരെ ആക്കി. അങ്ങനെ ഉച്ചവരെ നിന്ന് അയാളുടെ ഒരു 500 രൂപ കൊടുക്കും. ശരി, 500 രൂപ അങ്ങനെ ജീവിച്ചു പോവാം. ഇന്നലെ പുള്ളി എന്നെ കാണാൻ വന്നു. ഞാൻ ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു പാസ്റ്റർ? പുള്ളി പറഞ്ഞു പാസ്റ്റർ വളരെ സന്തോഷത്തോടെ കണ്ടേ, ഇത്രയും നാൾ ഞാൻ ഇത്രയും പുള്ളിയുടെ സന്തോഷത്തെ കണ്ടിട്ടില്ല, എങ്ങനെ ഇരിക്കുന്നു പാസ്റ്റർ? അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പുള്ളിയുടെ ഫാമിലി ലൈഫിലും പല കാര്യങ്ങളിലൊക്കെ ചെയ്യേണ്ട ചില മാറ്റങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഭാര്യയുടെ മാനസികാവസ്ഥയൊക്കെ മാറും. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങളൊരു വീടെടുത്ത് മാറും. കാരണം രക്ഷിക്കപ്പെടാത്ത അപ്പനും അമ്മയാണ് വീട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഒത്തിരി, കാരണം പുള്ളി രാവിലെ 8 മണിക്ക് കഴിഞ്ഞിട്ട് പോവുകയും ചെയ്യും. പിന്നെ മുഴുവൻ ഇവൾക്ക് രക്ഷപ്പെടാൻ ആകെ ഒരു ഭ്രാന്തമുള്ളൂ. ദാവീദ് ചെയ്ത അവൾ ചെയ്തത് അതിനനുസരണമാണ്. ദാവീദ് ചെയ്ത ഒരു ട്രിക്ക് അവൾ എടുത്തു. എന്തുവാ? ഭ്രാന്ത് അഭിനയിച്ചു. ദാവീദ് ഒരിക്കൽ ചെയ്തായിരുന്നു. ഇസ്രായേലിൻ്റെ മധുരഗായകൻ, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്ന ഒരിക്കൽ ഭ്രാന്ത് അഭിനയിച്ചു. ഓർക്കുന്നു നിങ്ങൾ? ആ, ഇവിടെ നോക്കിയപ്പോൾ അതേ ഒരു നിവൃത്തിയുള്ളൂ. ഇവിടെ നിൽക്കണമെങ്കിൽ, ഇവിടെ നിന്ന് പിടിച്ച് പോകണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വല്പം വട്ടാന്ന് അഭിനയിച്ചേ പറ്റും. എല്ലാ വട്ടൊന്നും അല്ല കേട്ടോ. ആ, വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ വെറുതെ മരുന്ന് തീറ്റി കൊച്ചിനെ കൊല്ലാന്നല്ലാണ്ട് വേറെ ഒരു ഗുണവുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ദിവസം അവരോട് പറഞ്ഞു പാസ്റ്ററെ ഒരു കാര്യം ചെയ്യേ, എനിക്ക് പുള്ളിക്കാരി ഒന്ന് കാണണമെന്നു. നിങ്ങൾ എപ്പോഴും അയ്യോ പാസ്റ്റർ പുറത്തിറങ്ങില്ല അവൾ അങ്ങനെ. ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇറങ്ങും, പാസ്റ്റർ പറ ഞാൻ ഇന്നയാൾ കാണാൻ പോവാം, നമുക്ക് എന്നെ ദാൻ സാറിനെ വിളിക്കുന്നുണ്ടോ, ദാൻ സാറിനെ കാണാൻ പോവാം, സാറ് പറഞ്ഞിട്ടുണ്ട് നിന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവള് 100 പ്രാവശ്യം തയ്യാറല്ലേ വരാൻ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ ഇവള് കാത്തിരിക്കുകയല്ലേ. കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് വട്ടും പൂട്ടുമൊന്നുമല്ല, ഇതൊരു ഡിഫെൻസീവ് മെക്കാനിസം ആണെന്ന് എനിക്ക് മനസ്സിലായി. വീട്ടിലത്തെ സാഹചര്യത്തിൽ രക്ഷപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിനെ 3 കുഞ്ഞുങ്ങളെ നോക്കണം, വീട്ടിലെ പണി മുഴുവൻ നോക്കണം, ഇവളെ കൊണ്ട് പറ്റുന്നില്ല. ഇവിടെ ഒരു എലുമ്പാസ് പോലത്തെ ഒരു പെണ്ണും, കർത്താവ് പ്രിയ ഒലുമ്പാസിനെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഇതൊന്നും ചെയ്യാൻ ഇവളെ കൊണ്ട് പറ്റില്ല. സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പാസ്വേഡും അവളെയും കൊണ്ട് ഇരുത്തിയിട്ട് കുറച്ചായിരുന്നു സംസാരിച്ചത്. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്ത്, നിങ്ങളൊരു വീട് വാടകയ്ക്ക് താമസിക്കുക, ഒരു ചെറിയൊരു നിങ്ങൾക്ക് പറ്റുന്നൊരു വീട് മതി. ഇപ്പം നിങ്ങൾക്ക് അധികം പ്രൈവസിയായിട്ട് ഒന്നും ആവശ്യമില്ല, കാരണം കുഞ്ഞുങ്ങളെല്ലാം കൊച്ചു പിള്ളേരാണ്. പക്ഷേ അതിന് അഡ്വാൻസ് ഞാൻ പൈസ ഞാൻ തരാം. പൈസയല്ലല്ലോ ഇവിടുത്തെ വലിയ കാര്യം. ഒരു വീടിനൊരു സമാധാനവും ഒരു വ്യക്തിക്കൊരു ജീവിതമാണ് ഏറ്റവും വലുത്. എന്തായാലും എല്ലാം പറഞ്ഞു കേട്ടു, ഇങ്ങനെയൊക്കെ ചെയ്തു. ഷീ ഈസ് വെരി ഹാപ്പി. അങ്ങനെ പുള്ളി ജോലിക്ക് പോകും. അപ്പോൾ ഇന്നലെ വന്നപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ പറഞ്ഞു. പുള്ളി പറഞ്ഞു ഞാൻ പാസ്റ്റർ അപ്പോൾ അവരുടെ ആരാധന രാവിലെ 8 തൊട്ട് 10 വരെയാണ്. ഒരു 10-40 പേര് അദ്ദേഹത്തിൻ്റെ അവിടെ ആരാധനയ്ക്ക് വരുന്നുണ്ട്. വളരെ സന്തോഷം. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി വേറെ മണ്ഡലം കാണിച്ചു. 6 രംഗാണ്ട് പുള്ളി ഒരു വലിയ അതിവിശുദ്ധൻ്റെ പ്രസംഗം കേട്ടു. പുള്ളി പേരൊന്നും പറയുന്നില്ല ഞാൻ. അപ്പോൾ പുള്ളിക്ക് തന്നെ സംശയം തോന്നി, എന്നെ ദൈവം വേലയ്ക്ക് വിളിച്ചു വന്നു. പുള്ളിക്ക് തന്നെ സംശയം തോന്നി, ഞാൻ പറയുന്ന അന്യഭാഷ തന്നെയാണെന്ന് തോന്നുന്നു. ആകെ പുള്ളി കൺഫ്യൂസ്ഡ് ആയിട്ട് പുള്ളി രാജിക്കത്ത് എഴുതിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കുക. ഞാൻ എന്തോ പറ്റിയെന്ന് ചോദിച്ചു. അല്ല ഞാൻ എൻ്റെ വിളി ശരിയല്ല. എന്നുവെച്ചാൽ ആരെ വിളിച്ച്? ഞാൻ പറഞ്ഞു ദൈവം വിശ്വസ്തനെന്ന് എണ്ണി നിനക്ക് 10-25 ആത്മാക്കളെ തന്നപ്പോൾ നീ അതിനെ കളഞ്ഞിച്ച് പോകാൻ പോവാ? മര്യാദയ്ക്ക് പോയി സഭ നടത്താൻ പറഞ്ഞു. ഞാൻ ഇതല്ലേ പറഞ്ഞുള്ളൂ. രാജിക്കത്തും കൈ വെച്ചേക്കാൻ പറഞ്ഞു. അന്ന് രാത്രി ദൈവം കൊണ്ടും പുള്ളിയോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, നീ അയാളുടെ പ്രസംഗം കേൾക്കുന്ന നിർത്താൻ പറഞ്ഞു. ആദ്യം പേര് പറയുന്നില്ലേ, അയാളുടെ പ്രസംഗം കേൾക്കുന്ന നിർത്താൻ പറഞ്ഞു. നീ വചനം വായിക്കാൻ പറഞ്ഞു. നീ എൻ്റെ കുറേ പ്രസംഗം കേൾക്കാൻ പറഞ്ഞു. എല്ലാം ശരിയായി. എന്തായാലും പുള്ളി സാധാ നിർത്തിയില്ല. അതുകൊണ്ട് ആരാധനയ്ക്ക് ആളുകളെല്ലാം വന്നു. ഇന്നലെ വന്നപ്പോൾ ചോദിച്ചു പാസ്റ്റർ എത്ര പേരുണ്ട്? 40ഓളം പേര് ഇപ്പോൾ ആരാധനയ്ക്ക് വരുന്നുണ്ട്. എങ്ങനെ? എനിക്ക് വളരെ സന്തോഷമായിരിക്കുന്നു. ഒരു ദിവസം ദൈവം എന്നോട് പറഞ്ഞു, നീ ആ നിനക്ക് അയാൾ തരുന്ന 500 രൂപയല്ലേ, ഞാൻ 500 രൂപ നിനക്ക് തന്നേക്കാമെന്ന് പറഞ്ഞു ദൈവം എന്നോട്. നിനക്കൊരു 500 രൂപയല്ലേ വേണ്ടു, ആ 500 രൂപ ഞാൻ നിനക്ക് എന്തൊക്കാം? ഞാനല്ല, ദൈവം തന്നോളാമെന്ന് എന്നോട് പറഞ്ഞു. തമ്പുരാനാണ് 500 രൂപ കൊടുക്കാൻ പ്രയാസം. അതുകൊണ്ട് ഞാൻ ജോലി നിർത്തിയെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ ആ സമയം എന്ത് ചെയ്യുക? ആ സമയം കൂടെ ഞാനിരുന്ന് വേദപുസ്തകം വായിക്കുക, ആ സമയം കൂടെ ഞാനിരുന്ന് പ്രാർത്ഥിക്കുക, ആ സമയം കൂടെ ഞാനിരുന്ന് വചനം പഠിക്കുക. ഓക്കെ. കഴിഞ്ഞ ആഴ്ച വടക്കാഞ്ചേരിക്കപ്പുറം ഒരു സ്ഥലത്തുനിന്ന് അവിടെ കുറേ വിശ്വാസികൾ, ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അവർ വേറെ ഏതാണ്ട് ഇതിനകത്ത് പോയാൽ അവരെല്ലാം ഈ കൊറോണ വന്നപ്പോൾ എല്ലാം അടച്ചു പൂട്ടി അവരുടെ പരിപാടി നോക്കി അവർ അവരുടെ നാട്ടിൽ പോയി, എല്ലാം പാക്ക് ചെയ്തിട്ട്. ഇത്രയും വിശ്വാസികൾ ഇവിടെ അനാഥരായി നിൽക്കുക, ആരുമില്ല. എങ്ങനെയോ ഇദ്ദേഹത്തെക്കുറിച്ച് കേട്ടു,
ഇദ്ദേഹത്തോട് പറഞ്ഞു, പാസ്റ്റർ വന്ന് ഞങ്ങളുടെ കൂട്ടായ്മ ഒന്ന് ഏറ്റെടുത്ത് നടത്തി തരാമോ, ഞങ്ങളുടെ കാര്യം നോക്കാമോ ഒന്ന് പ്ലീസ്, ഞങ്ങൾക്കൊരു ഇടയനെ വേണം. പുള്ളി പോയി നോക്കിയപ്പോൾ ഒരു 10-30 പേരുണ്ട്, നല്ല ഒന്നാം തരം പാർട്ടികൾ, ഒരു 10-30 പേര് അവിടെയുണ്ട്. അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു, പാസ്റ്റർ ഞാനത് തുടങ്ങാൻ പോവുക, അവിടെ ആരാധന തുടങ്ങാൻ പോവുക, പാസ്റ്ററിനെ പ്രാർത്ഥന. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ട് പോകും, കാരണം 8 തൊട്ട് 10 വരെ ഇവിടെ 10 കഴിഞ്ഞാൽ അവിടെ എത്താനായിട്ട് കക്ഷി ഒരു 3/4 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് പോകും. 11 മണി തൊട്ട് അവിടെ ആരാധന, 11 മണി തൊട്ട് 1 മണി ആരാധന, ധൈര്യമായിട്ട് പോകാൻ പറഞ്ഞു. ഇന്നലെ വന്നേച്ച് പറഞ്ഞു, ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. അപ്പോൾ ചോദിച്ചു ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? അവൾ വളരെ സന്തുഷ്ടവാനാണ്, വളരെ ഹാപ്പിയാണെന്ന് പറഞ്ഞു അവൾ. ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യും, അധികം താമസം പിന്നെ കർത്താവ് നിങ്ങൾക്ക് ഒരു ചെറിയ വണ്ടി തരും, ഇനി നിങ്ങൾ കുടുംബമായിട്ട് പോകും. ഇപ്പം പുള്ളി തന്നെ ബൈക്കിൽ പോകുന്ന കൊച്ചുങ്ങളെ ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല, കർത്താവ് ഒരു കൊച്ചു വണ്ടി തരും നിങ്ങൾക്ക്. നിങ്ങൾ ഈ ആരാധന കഴിഞ്ഞിട്ട് എല്ലാവരും കൂടെ വേണമെന്ന് ചെയ്യാനായിട്ട് അവിടെ പോകണം. കുഞ്ഞുങ്ങളെ ഇപ്പോഴേ ചില സ്വതന്ത്ര കാഴ്ച എടുക്കാനായിട്ട് പിള്ളേരെയും കൂടെ ഇപ്പോഴേ പഠിപ്പിക്കുക. ചില കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൊച്ചു നാളിലോട്ട് അവരെ മേക്ക് ദം എ പാർട്ട് ഓഫ് ദ മിനിസ്ട്രി. ഞാനിതെല്ലാം പറഞ്ഞു എൻ്റെ കരുത്ത് എന്നാണെന്നറിയാമോ? നമ്മുടെ ലക്ഷ്യം എവിടെയെങ്കിലും മാറിപ്പോയോ, നമ്മുടെ വ്യക്തിത്വത്തിന് മാറ്റം വന്നോ? ഒരു നീതീകരണം പ്രാപിച്ച വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്നിട്ട് 6-ാം അധ്യായത്തിൽ വന്നപ്പം പൗലോസ് പറയുന്നു, ഒരു കാര്യം കൂടെ പറയാം, നീതീകരണം പ്രാപിച്ചിരിക്കുന്ന നീ പാപസംബന്ധമായി മരിച്ചവനും കൂടാ. ഒന്നും അറിവേണ്ട പുള്ളി, നീതീകരണം പ്രാപിച്ചിരിക്കുന്ന നീ പാപസംബന്ധമായി എന്ത് ചെയ്യാനാ? മരിച്ചവനും കൂടാണ്. ഇനി പാപത്തിന് നിന്റെ മേൽ എന്തില്ല? മരിച്ച എൻ്റെ മേൽ എന്തില്ല? ഒരു നിയമത്തിനും അധികാരമില്ല. പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. ഈ ഒരു ബോധ്യം നിനക്ക് വേണം. അതുകൊണ്ടാണ് റോമാലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത്, മനസ്സൊന്ന് പുതുക്കണം. ഇനി നീ മനസ്സൊന്ന് പുതുക്കണം. ചില പുതിയ കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യണം. നിൻ്റെ കമ്പ്യൂട്ടറിലോട്ട് എന്ത് ഫീഡ് ചെയ്യുന്നു അതനുസരിച്ചുള്ള ആൻസറേ ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. കമ്പ്യൂട്ടറിനോട് ചോദിക്കുക എൻ്റെ വല്യപ്പച്ചൻ്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ പ്ലഗ് ചെയ്യാൻ, കാരണം അതിൻ്റെ അകത്ത് ആരും ഫീഡ് ചെയ്തിട്ടില്ല എൻ്റെ വല്യപ്പച്ചൻ്റെ പേരെന്തുവാന്നുള്ളത്. ഞാൻ ആരാന്ന് വേണമെങ്കിൽ തപ്പിയാൽ കിട്ടും, അത് ഏതെങ്കിലും വെബ്സൈറ്റിലൊക്കെ ഉള്ളതുകൊണ്ട് കിട്ടും. പക്ഷേ എൻ്റെ വല്യപ്പച്ചൻ ആരാന്ന് കമ്പ്യൂട്ടറിന് കിട്ടില്ല, അത് കണ്ടു ഫീഡ് ചെയ്താലല്ലേ കിട്ടുള്ളൂ. സോ ഫീഡ് വിത്ത് ദ വേർഡ്. വചനം കൊണ്ട് നിന്റെ ഹൃദയത്തെ, നിന്റെ മനസ്സിനെ നീ എന്ത് ചെയ്യണം? നിറയ്ക്കണം. തെളിവുകൾ പ്രവാചകൻ എടുക്കി ചെന്നേച്ച് പറഞ്ഞു, ചുരുള് തിന്നാൻ പറഞ്ഞു, ഇത് തിന്നാൻ പറഞ്ഞു. എന്തുവായിരുന്നു അതിനകത്ത്? അകത്തും പുറത്തും എന്ത് ചെയ്തിട്ടുണ്ട്? വചനം എഴുതിയിട്ടുണ്ട്. ആദ്യമൊക്കെ കുറച്ച് കയ്പായിരുന്നു, പിന്നെ അകത്ത് ചെന്നപ്പോഴാ അതങ്ങ് മധുരായെത്തുന്നത്. ഫീഡ് ദ വേർഡ്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നത് ഇങ്ങനെ, വചനമെന്ന മായമില്ലാത്ത പാലെന്ത് കുടിക്കേ. വേറൊരു ഭാഗത്ത് പറഞ്ഞു, നോക്കിയേ, പാല് മാത്രം കുടിച്ചാൽ കട്ടിയായ ആഹാരം കഴിക്കേണ്ട സമയമായിട്ടോ. കുറച്ചുകൂടെയൊക്കെ കട്ടിയായ ആഹാരം അല്ലല്ലേ കുഞ്ഞുങ്ങളെ വളർത്തുന്നതൊക്കെ അറിയാം. ഓരോ സ്റ്റേജ് കഴിയുമ്പോൾ ആദ്യം പലയിടത്തും പിന്നെ കട്ടിയായ ആഹാരം, എന്തോ കുറുക്കോ എന്തിനാണ് പറഞ്ഞാൽ അത് കൊടുക്കും. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ ആശയം പറഞ്ഞത് എന്തോ, ആസ് ദ ചൈൽഡ് ഗ്രോസ്. ക്രിസ്ത്യ ജീവിതത്തിൽ നമ്മൾ വളരും തോറും കട്ടിയായ ആഹാരങ്ങൾ കഴിക്കുന്ന. അപ്പോൾ നമ്മുടെ എന്ത് ചെയ്തിട്ടുണ്ടറിയാമോ? നീതീകരണം പ്രാപിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഈ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ദൈവത്തോട് സമാധാനം ലഭിച്ചു. ഇനി പറയുകയാണ്, നീ ഒരു കാര്യം അറിഞ്ഞിരിക്കണം. എന്നാന്നറിയാമോ? നീ പാപസംബന്ധമായി മരിച്ചവനാണ്. You are dead to sin. ഇത് 5-ാം അധ്യായത്തില് ആദ്യത്തെ 5 ചാപ്റ്റർ 5 സി എന്ന് പറഞ്ഞാൽ ചാപ്റ്റർ 5 എന്നുള്ളതാ. ഇവിടെ പറയുന്നു, നീ പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. ചാപ്റ്റർ 6 എന്ന് ഞാൻ എഴുതുന്നുള്ളൂ. 6-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ തന്നെ. പിന്നെ എന്തോ പറയുന്നു? പാപസംബന്ധമായി മരിച്ചു. പിന്നെ
നിന്നെ അടക്കം ചെയ്തു, പിന്നെ നിന്നെ ഉയർത്തു. അടുത്തതാ, ഉയർത്ത നിന്റെ ജീവന്റെ പുതുക്കത്തിലാണ് നീ ഇപ്പോൾ നടക്കുന്നത്. ആ നടത്തം യേശു ക്രിസ്തുവിനോട് ചേർന്ന. അതുകൊണ്ട് പാപത്തിന് നിന്റെ മേൽ അധികാരമില്ല. നിന്റെ അവയവങ്ങൾ പാപത്തിൻ്റെതല്ല, നീതിയുടേത്. ആറാധ്യായം കഴിഞ്ഞു. ഇത്രയും കാര്യം പൗലോസ് പറഞ്ഞേക്കുന്നത്. നീതീകരണം പ്രാപിച്ച നീ അഞ്ചാം അധ്യായം, അത് കഴിഞ്ഞ് ആറാം അധ്യായത്തിൽ പാപസംബന്ധമായ നീ എന്ത് ചെയ്തിരിക്കുന്നു? മരിച്ചിരിക്കുക. ആ മരിച്ച നിന്നെ എന്ത് ചെയ്തു? പാട്ടും പാടി ഞങ്ങളെല്ലാവരും കൂടെ കൊണ്ട് ജയം ചെയ്യാൻ ലേലുവൊക്കെ പാടി എന്ത് ചെയ്തു? നമ്മൾ കൊണ്ട് കുഴിച്ചിട്ടു. കുഴിച്ചിട്ടേച്ചെങ്കിൽ പോരെയല്ല, നിന്നെ ഉയർപ്പിച്ചേച്ചും കൂടാ ഞങ്ങൾ എന്ത് ചെയ്തേക്കുന്നേ? പോന്നേക്കുന്നേ. നിന്നെ ഉയർപ്പിച്ചു. നീ ഇപ്പം നടക്കുന്നത് പുതിയ മനുഷ്യനായിട്ട്, ജീവൻ്റെ പുതുക്കത്തിൽ. ആരോടുകൂടെ? യേശു ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് നീ നടക്കുക. അതുകൊണ്ട് പാപത്തിന് ഇനി എൻ്റെ മേലെന്തില്ല എന്നറിയാമോ? യാതൊരു അധികാരം എൻ്റെ ജീവിതത്തിലില്ല. കാരണം ദ ഓണർഷിപ്പ് ഹാസ് ചേഞ്ച്ഡ്. ഓണർഷിപ്പ് മാറി അല്ലേ? വസ്തുവും വീടൊക്കെ വാങ്ങിക്കുമ്പോൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്ന അറിയാം? ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞൊരു സാധനം കിട്ടും. ഓണർഷിപ്പ് മാറി. എട്ടാമത്തെ, അവയവങ്ങൾ പാപത്തിൻ്റെതല്ല, നീതിയുടേതത്രേ. അതെ, ഇപ്പം എന്ത് ചെയ്തു? ഓണർഷിപ്പ് മാറി. പണ്ടൊരു കഥ പറയാറുണ്ട്. ഒരാളൊരു വീട് വിറ്റു. വീട് വിൽക്കാനൊക്കെ എല്ലാം ഇട്ടു. വലിയ വീടാണ്, ഭയങ്കര വലിയ, നല്ല പാലസ്, നല്ല. പുള്ളി പറഞ്ഞു വീടൊക്കെ തരാം, പക്ഷെ ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് ഈ ആദ്യത്തെ മുറി ഈ ആണിയുണ്ട്, ഇവിടെ ഒരു വലിയ ആണി അടിച്ചിട്ടുണ്ട്, അതെൻ്റെ ആയിരിക്കും. അതിൻ്റെ അവകാശം നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല? തരില്ല. ബാക്കിയെല്ലാം നിങ്ങൾക്ക്. ഇയാൾ ആണിയല്ലേ, ഒരു ആണിയല്ലേ. ഈ ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും വലിയ വീട് തന്നിട്ട് ഒരു ആണിയുടെ അത് സാറില്ല, അതിൻ്റെ അവകാശം നിങ്ങൾക്ക് തന്നെ എടുത്തോണ്ടെന്ന് പറയും. ആ ആണിയുടെ അവകാശം നിങ്ങൾക്കാ. ആ കണ്ടീഷനിലെല്ലാം നിയമമൊക്കെ എഴുതി കാശൊക്കെ കൊടുത്തു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഇയാൾ പതുക്കെ ഒരു നല്ലൊരു പൂവിൻ്റെ ഒരു ബൊക്ക പോലെ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് ആ ആണി തൂക്കിയിട്ടു. നല്ല മനോഹരമാണ്. ഓ, രസമായിരിക്കുന്നു. വീടിന് കുറേ കൂടെ ഭംഗി കൂടി. ഇടാൻ പറ്റില്ല, ഇടരുതെന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ആണി അയാളുടെയാ. വീട്ടുകാർക്കും വലിയ സന്തോഷമായി. കാരണം എന്നാ, നല്ല മനോഹരമായിരിക്കുന്ന ഒരു ബൊക്കയല്ലേ കൊണ്ടിട്ടേക്കണേ, പൂവ് കൊണ്ടിട്ടേക്കണം. വലിയ സന്തോഷമായി. അത് കുറച്ചാൾ അവിടെ ഇരുന്നു. പക്ഷെ ഉണങ്ങിയാലും എടുത്തു മാറ്റാൻ പറ്റില്ല. കാരണം എന്നാ, എൻ്റെ അവകാശി അറിയാം. ഒരു മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തെന്ന് അറിയാമോ? 1 കിലോ ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് കൊണ്ട് തൂക്കിയിട്ടു. അതവിടെ കിടന്ന് എന്ത് ചെയ്യാൻ തുടങ്ങി? ചെയ്യാൻ തുടങ്ങി, ഈച്ച എറുക്കാൻ തുടങ്ങി. പല പ്രാവശ്യം ഇദ്ദേഹത്തെ വിളിച്ചു. അതിൻ്റെ അവകാശം ഞാൻ വിൽക്കുമ്പോഴേ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അവകാശം എനിക്കാണ്, തൊടാൻ പറ്റത്തില്ല. തൊട്ടും അറിയും. നമ്മുടെ ഡോക്യുമെൻ്റിൽ ആധാരത്തിൽ അതും കൂടെ പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ ആധാരത്തിൽ അതും വിളിച്ചു ചൊല്ലിയിട്ടേക്കുന്നേ. അവസാനം വീട്ടുടയവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി, വാങ്ങിച്ചവൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോണ്ടി വന്നു. ഇതിൽ നിന്നിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ വീഴാൻ തുടങ്ങി. ഇറച്ചിയല്ലേ. കുറേ കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളെല്ലാം വിട്ടുകൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരാണി നമ്മുടെ യേശു എപ്പോഴും ഒരാണി. ഈ ചില ആളുകൾ വീട് വാടകയ്ക്ക് കൊടുക്കാൻ നേരത്തെ ആ ഒരു മുറി ഇറക്കിയത് ഞങ്ങളുടെ സാധനം
അത് ഞങ്ങൾ താനായിട്ട് വയ്ക്കാനുള്ളതാണ്. ഇയാൾ എന്നും കൊന്നും നമ്മൾ കിടക്കാൻ നേരത്തെ ആയിരിക്കും ഇയാൾ വന്ന് വാതിൽ കൂട്ടുന്നത്, അതാനൊക്കെ വേണ്ടിയിട്ട്. സ്ഥിരമായപ്പോഴോ വീട് ഒഴിയാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. അത് വാടകയ്ക്ക് ആയതുകൊണ്ട് ഒഴിയാൻ പറ്റി. വാങ്ങിച്ചായിരുന്നെങ്കിൽ ഞാനൊക്കെ ഒരു കാര്യം ചെയ്യും, അവിടെ ഒരു വാതിൽ വെട്ടി അതിൽ താൻ എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിലെ വന്ന് എടുത്തോണ്ടോക്കോ. ഇനി മേലാൽ ഇവിടെ നല്ല ഉറക്കം നേരത്തെ ഇറക്കുമ്പോൾ ടിങ് ടേങ് ആ വീട്ടിലുള്ള എല്ലാവരും ഉണർത്തി ഉണർത്തി. കാരണം അവൻ്റെ മിണ്ടാൻ പറ്റുമോ? പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഒരു മുറി പൂട്ടിയിട്ട് ബാക്കിയെല്ലാം കർത്താവിന് കൊടുത്തവരുണ്ട്. ഇവിടെ ഒരു കല്യാണാലോചന വന്നപ്പം പെങ്കൊച്ച് പറഞ്ഞു എല്ലാത്തിനും താമസിച്ചു, പക്ഷേ എൻ്റെ മൊബൈൽ തൊടാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. എൻ്റെ മൊബൈല് തൊട്ടുമായിരുന്നു. ഞാൻ അയാളുടെ തൊടുന്നില്ല. അപ്പം ചെറുക്കൻ ഇത്തിരി മിടുക്കനായതുകൊണ്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്തോ, നിന്നെ കെട്ടുന്നില്ലെന്ന് വെച്ചാൽ പ്രശ്നം തീർന്നില്ല. നിന്റെ മൊബൈലും തൊടുന്നില്ല, നിന്നെയും തൊടുന്നില്ല. നമുക്ക് അങ്ങനത്തെ ഒരു ധാരണ വരാം, നിന്നെയും തൊടുന്നില്ലെന്നാ. നമ്മൾ കർത്താവിന് വേണ്ടിയൊക്കെ എല്ലാം സമർപ്പിച്ചെന്ന് പറയും, പക്ഷേ കർത്താവേ ആ മുറി തുടരരുത്, ആ മുറി തുറക്കരുത്. ഇന്നൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ ചിലർ മുറിയൊന്നും പിടിച്ചു വെച്ചിട്ടില്ല, ആണിയായിരിക്കും പിടിച്ചു വെച്ചേക്കുന്നില്ലേ. നമുക്ക് ഇടയ്ക്ക് നമുക്കുള്ളതൊന്ന് അതവിടെ പറയുന്നത്. പാപസംബന്ധമായി ഞാൻ മരിച്ചു, മരിച്ചെന്നെ അടക്കം ചെയ്തു. ഞാൻ ചിലപ്പോൾ കിടന്ന് ആലോചിക്കാറുണ്ട്, ഞാൻ ചത്തതിന് ശേഷം കർത്താവ് എനിക്ക് ഒരു കൃപ മാത്രം തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്, കേൾക്കാനുള്ളൊരു കൃപ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണൊന്നും തുറക്കണ്ട എനിക്ക്. എന്താ ഈ അണ്ണന്മാർ പറയുന്നതെന്നൊന്ന് കേൾക്കണ്ടേ? ഒന്നും വേണ്ട എനിക്ക്, ആ കേൾക്കാനുള്ളൊരു കൃപ. അയ്യോ ഞങ്ങളുടെ വാസന പോയ അതുവരെ എന്നെക്കുറിച്ചില്ല വേണ്ടാത്തരം മുഴുവൻ പറഞ്ഞ പാർട്ടിയെ ഈ ദൈവദാസനെ പോലെ ഈ പട്ടണത്തിന് ഇത്രയും കൃപയോടെ വിളിച്ച് എനിക്ക് അതൊക്കെ ഒന്ന് കേട്ടാൽ കൊള്ളാമെന്ന് വലിയ ആഗ്രഹമുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് കർത്താവിനോട്. എനിക്ക് ഞാൻ കണ്ണൊന്നും തുറക്കത്തില്ല, കണ്ണുറത്ത് എല്ലാവരും പഠിച്ചു പോകില്ല, അതുകൊണ്ട് കണ്ണൊന്നും തുറക്കത്തില്ല, കാലും അനങ്ങത്തില്ല, ഒന്നും അനങ്ങത്തില്ല. കർത്താവിനെ പോലെ എനിക്കത് കേൾക്കാനെന്ന് ചെവിയുടെ കേൾവി മാത്രം എനിക്ക്. അങ്ങനെ ചില പൊട്ട ആഗ്രഹമൊക്കെ ഉണ്ട്. ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ലെന്ന് നമുക്കറിയാം. എങ്കിലും ചിലപ്പോഴൊക്കെ ചിലത് എന്ത് ചെയ്യും, നമ്മൾ ആശിച്ച് പോവും. ഇന്നലെ ഒരാൾ എന്നോട് പറഞ്ഞു, ഒരാൾ എന്നോട് പറയാൻ പറഞ്ഞത്, ഞാൻ ചത്താൽ പോലും അയാളെ കാണാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ അറിയിക്കാതിരുന്നാൽ എന്ന് പറഞ്ഞു. അറിയിച്ചാൽ ഞാൻ വന്നേ പറ്റുമല്ലേ. നാട്ടുകാർ ചോദിക്കും എന്താണ് ഇന്നാൾ വരാൻ, ഞാൻ ചോദിക്കാം ഒരു കാര്യം ചെയ്യേ, ഒന്ന് ഞാൻ ഇവിടെ ഇല്ലാത്ത നേരം നോക്കി ചാവ്, അല്ലെങ്കിൽ ചത്തവരെ എന്നെ അറിയിക്കരുത്. കാരണം അയാൾക്ക് ഒരു ആവശ്യം വന്നു, കുറേ കാശ് ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തില്ലേ. ഇതാണ്, വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. കൊടുത്തായിരുന്നെങ്കിൽ സാറിനെ പോലെ നല്ല മനുഷ്യൻ വേറെ ഇല്ലായിരുന്നു. ഇതെല്ലാം പറഞ്ഞു എന്നതിൻ്റെ അർത്ഥം വന്നേ ഉള്ളൂ. പാപസംബന്ധമായി ആരെന്ത് പറഞ്ഞാലും ഒരു പ്രതികരണവുമില്ല, യാതൊരു ഭാവവ്യത്യാസവുമില്ല. ചിലരെയൊക്കെ ശവം വെച്ച് മണിക്കൂർ കണക്കിട്ട് വധിക്കുന്ന കേട്ടാൽ കഷ്ടം തോന്നാറുണ്ട്. ചിലപ്പോൾ വിചാരിക്കാറുണ്ട്, കർത്താവ് ഈ കൊറോണ കാലത്ത് ചാവുമായിരുന്നു ഏറ്റവും നല്ലത്, ആകെ 20 എണ്ണം വന്ന് പോയേനെ, എൻ്റെ അപ്പുറം ആരുമില്ലായിരുന്നു. പാപസംബന്ധമായിട്ട് മരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? അതൊരു വലിയ വിഷയമാണ്. ഒരു വ്യക്തി മരിച്ചോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? ഇനി അതാണ് നോ റെസ്പോൺസ്, യാതൊരു രീതിയിലുള്ള പ്രതികരണവുമില്ല, യാതൊരു രീതിയിലുള്ള. അവനെ കുത്തിയിട്ട് പോലും എന്ത് ചെയ്തില്ല,
പ്രതികരിച്ചില്ലല്ലോ. എൻ്റെ വിലാപ്പുറത്ത് കുത്തിയിട്ട് പോലും പ്രതികരിച്ചില്ല. ചിലപ്പോഴൊക്കെ നമ്മൾ മരിച്ചോ ഇല്ലയോ എന്നറിയാനായിരിക്കും ചിലർ കുത്താണ്. ചിലപ്പം ഭാര്യയായിരിക്കും, ചിലപ്പം ഭർത്താവായിരിക്കും, ചിലപ്പോൾ അമ്മയായിരിക്കും, ചിലപ്പം അമ്മായിമ്മയായിരിക്കും, ചിലപ്പോൾ അയൽവാസിയായിരിക്കും, ചിലപ്പോൾ മാസ്റ്ററായിരിക്കും. ചിലപ്പോൾ ഒരു നോട്ടം മതി നമ്മളെ കുത്തിയതിന് തുല്യമാണല്ലേ പാസ്റ്ററുടെ. മരിച്ചോ എന്നറിയാൻ വേണ്ടിയാണ്. അത് നീ മരിച്ചോന്ന് പാസ്റ്റർക്ക് അറിയാനല്ല, ചിലപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഇപ്പോഴും മരിച്ച ശരി തന്നെ ആണോ? ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനം, ഞാൻ പ്രതികരിക്കില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ചില വിഷയങ്ങളിൽ കേട്ടോ. ചിലപ്പോൾ നേതൃസ്ഥാനത്തിരിക്കുമ്പോൾ ഞാൻ പ്രതികരിക്കേണ്ടതായിട്ട് വരും. ദാറ്റ്സ് മൈ, അതെൻ്റെ ഡ്യൂട്ടിയുടെ ഒരു ഭാഗം എന്നുള്ള രീതിയിലാണ് എനിക്കത് ചെയ്തേ പറ്റൂ. എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അല്ലാത്ത കാര്യങ്ങളല്ല പറയുന്നത്. ഞാൻ പ്രതികരിക്കില്ല, എന്ത് പറഞ്ഞാലും ഞാൻ പ്രതികരിക്കില്ല. ഒരു തീരുമാനമാണ്. ചിലപ്പോഴൊക്കെ തെറ്റാറുണ്ട് കേട്ടോ. ചിലപ്പം 100-ൽ 10 പ്രാവശ്യമൊക്കെ ചിലപ്പോൾ തെറ്റിപ്പോയിട്ടുണ്ട്. പിന്നത്തേത് 9 ആവും. അങ്ങനെ ഇറ്റ് വിൽ കം ടു എ പോയിന്റ് ദാറ്റ് യു വിൽ നോട്ട് റെസ്പോണ്ട്. മരിച്ചു എന്ന് എല്ലാം കൊണ്ടും തെളിയിക്കപ്പെടുന്നു. അങ്ങനെ പാപസംബന്ധമായിട്ടേ മരിച്ചിട്ടുള്ളൂ കേട്ടോ. ആ മരിച്ച നമ്മെ എന്ത് ചെയ്തു? അടക്കം ചെയ്തു. നമ്മളെ ഉയർപ്പിച്ച ദൈവം എന്തിനാ? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്. അതിനെയാണ് അപ്പോസ്തലനായ പൗലോസ് 12-ാം അധ്യായത്തിൽ പറയുന്നത്, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരിക്കുന്നത്, പ്രബോധിപ്പിക്കുന്നത്, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പി. ഒരു ജീവൻ ആസ് എ ലിവിങ് സാക്രിഫൈസ്. ജീവനുള്ള ഒരു യാഗം ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ ജീവനുള്ളതിനെ യാഗം അർപ്പിച്ച് കഴിഞ്ഞാൽ അതോടുകൂടെ അത് ചാവും. എന്നാൽ യാഗത്തിന് ജീവിച്ചുകൊണ്ട് തന്നെ ഈ യാഗം നടത്തുക എന്ന് പറയുന്നത് ലൈഫ് ഇറ്റ് സെൽഫ് ഈസ് എ സാക്രിഫൈസ്. വിചാരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ വിചാരിക്കും ഒരാൾ ഒരു ജീവിത പങ്കാളി തീരെ രോഗിയായിട്ട് അവസ്ഥനായിട്ട് കിടക്കുക. അവരുടെ മക്കൾ ആരെങ്കിലും വന്ന് ആ വ്യക്തിയെ ശുശ്രൂഷിക്കുന്നെങ്കിൽ ദാറ്റ്സ് എ ലിവിങ് സാക്രിഫൈസ്. ഒരു ദിവസമല്ല, 2 ദിവസമല്ല, വർഷങ്ങളോളം ജീവിതത്തിൽ അനുഭവിക്കേണ്ടത് പലതും വേണ്ടാന്ന് വെച്ചിട്ട് ത്യാഗം ചെയ്തിട്ട് ലിവിങ് ഫോർ സംബഡി. എന്തിനു വേണ്ടിയാ? സോ ദാറ്റ് ലൈഫ് ക്യാൻ ലിവ്. ആ വ്യക്തിക്ക് ജീവിക്കേണ്ടതിന് ഈ വ്യക്തി എന്ത് ചെയ്യുക? ത്യാഗമായി തീരുകയാണ്. മരിച്ചുകൊണ്ടിരിക്കുക ഓരോ ദിവസം കഴിയുമ്പോൾ. അതാ ആ കോൺസെപ്റ്റാണ് പൗലോസ് അവിടെ ഉപയോഗിക്കുന്നത്. എ ലിവിങ് സാക്രിഫൈസ്. ആരോടൊപ്പം? യേശു ക്രിസ്തുവിനോടൊപ്പം. എങ്ങനെ? ഇത് ചെയ്യാനുള്ള കൃപ എവിടുന്ന് കിട്ടി? ഒരു പുതിയ ജീവനായ എന്നിലേക്ക് ഉള്ളത്. That new life enables me to be a living sacrifice. ആ പുതിയ ജീവനുണ്ടല്ലോ, എനിക്ക് ലഭിച്ച ആ പുതിയ ജീവൻ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലുള്ള നീതീകരണത്താൽ ഞാൻ പ്രാപിച്ച ആ പുതിയ ജീവൻ എന്നെ ഒരു ജീവനുള്ള യാഗമായി ജീവിക്കുവാൻ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുക. എനിക്കറിയാം, ഞാൻ പറയുന്നത് ഇത്തിരി പാലല്ല, ഇത്തിരി കട്ടിയുള്ളത് തന്നെ. കാരണം പ്രായം അത്രേ ആയല്ലോ. ഫസ്റ്റ് സെമസ്റ്ററൊക്കെ എന്നെ എളുപ്പമായിരുന്നെന്നറിയാമോ? വേറെ ദിവസം എങ്ങനെ പഠിക്കുന്നത്, എങ്ങനെ പ്രത്യേക. പക്ഷെ ഇതിപ്പം മാറി, ഇതിപ്പോൾ കട്ടിയായതാണ് ഇപ്പോൾ തരുന്നേ. എന്നിട്ട് പറയുന്നു, ഇനി പാപത്തിന് നിന്റെ മേൽ എന്തില്ല? അധികാരമില്ല. ആസ് എ ലിവിങ് സാക്രിഫൈസ്. ഇനി എൻ്റെ ഡിസൈഴ്സിന് അവിടെ യാതൊന്നുമില്ല. എൻ്റെ ആഗ്രഹത്തിന് ഒരു സ്ഥാനം അവിടെ ഇല്ല. എൻ്റെ ദിനചര്യകൾക്ക് യാതൊരു സ്ഥാനവും ഇല്ല അവിടെ. ടോട്ടലി ചേഞ്ച്. സമ്പൂർണ്ണമായിട്ട് മാറി. ഇപ്പം എനിക്ക് വിചാരിക്കുമ്പോൾ കിടന്നുറങ്ങാൻ പറ്റുമോ? അപ്പോഴായിരിക്കും അവിടെ ഞരക്കം കേൾക്കുന്നത്. അപ്പോഴാ മോളെ ഒരു തുള്ളി വെള്ളം തരാമോ എന്ന് ചോദിക്കുന്നത്. ഏതാ അത്രയും നേരം ഇവിടെ ഒന്ന് എല്ലാം കൂടെ കുളിപ്പിച്ചുകൊണ്ട് അപ്പോഴായിരിക്കും എനിക്കൊന്ന് വെള്ളം തരാമോ? എ ലിവിങ് സാക്രിഫൈസ്. ആരുടെയാ? ആ കിടക്കുന്നതല്ല.
ശുശ്രൂഷ ചെയ്യുന്ന ആൾ. ഹീസ് എ ലിവിങ് സാക്രിഫൈസ്. എന്തില്ല? എൻ്റേതായിരിക്കുന്ന യാതൊരു ആഗ്രഹങ്ങൾക്കും അഭിലാഷങ്ങൾക്കും ഇപ്പോൾ യാതൊരു സ്ഥാനമില്ല. എസ്കേൽ പ്രവാചകൻ പറയുന്നു, യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു, എന്നെ അവൻ എടുത്ത് അസ്ഥിത്താഴ്വരയിലേക്ക് കൊണ്ടുപോയി. ഒരു നിവൃത്തിയില്ല, പൊക്കി എടുത്തുകൊണ്ടങ്ങ് പോവുക. യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു എന്നുള്ളതിൻ്റെ ഗോഡ്സ് പ്രസൻസ് കെയിം ഇൻടു മീ. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വന്നു. എനിക്ക് ചെറുത്ത് നിൽക്കാനോ എനിക്ക് നോ പറയാനോ പറ്റാത്ത വിധത്തിൽ ദ പ്രസൻസ് ഓഫ് ഗോഡ് ഹാസ് കം ഇൻടു മീ. ദൈവത്തിൻ്റെ സാന്നിധ്യം എൻ്റെ മേൽ വന്നിട്ട് എന്നെ പൊക്കിയെടുത്ത് എന്ത് ചെയ്തെന്നറിയാമോ? അസ്ഥിത്താഴ്വരെ കൊണ്ട് നിർത്തി. ദാറ്റ്സ് നോട്ട് എ ഗുഡ് പ്ലേസ്. ഒരിക്കലും ഒരു പ്രവാചകന് ജീവിക്കാൻ പറ്റിയൊരു സ്ഥലമല്ല അത്. പ്രവാസികളുടെ ഇടയിൽ നല്ല ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് എസ്കേൽ. എപ്പോഴും എസ്കേലിൻ്റെ കണ്ടംപററീസാണ്. എസ്കേലിൻ്റെ കൂടെ വന്നവരാ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ, ദാനിയേലൊക്കെ. അവരൊക്കെ കൊട്ടാരത്തിൽ വസിക്കുമ്പം യെഹെസ്കേലിനെ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ശുശ്രൂഷ ബാബേൽ നദികളുടെ തീരത്ത്, കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളായിരിക്കുന്ന ആളുകളുടെ മധ്യത്തിലാണ് നിന്റെ ശുശ്രൂഷ. മറ്റോ കൊട്ടാരത്തിലും നമ്മൾ കാണിച്ചു, കർത്താവ് തന്നെ പരിപാടിയാ, ഞങ്ങളൊക്കെ ഒന്നിച്ച് ഒരേ ബൈബിൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയവരില്ലേ, ഞങ്ങളൊക്കെ ഒരേ സ്കൂളിൽ നിന്ന് ഇറങ്ങി ഗ്രാജുവേറ്റ്. അതിന് അവനെ എന്താ കൊട്ടാരത്തിൽ കൊണ്ടാക്കിയത്? അവനെ രാജ്യത്തിലെ പ്രഭുക്കന്മാരുടെ കൂട്ടത്തിൽ, രാജ്യത്തിലെ ഉന്നതന്മാരുടെ 4 പേരിൽ ഒരാൾ അവർ, 4 പേര് അവർ. എന്നെ നീ എവിടെ കൊണ്ടാക്കി? പ്രവാസികൾ. ശരി, അവിടെ ഇരുന്ന് അവരോട് ദൂരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ഉണ്ടടാ യഹോവയുടെ സാന്നിധ്യം ഇറങ്ങി വന്ന് എന്നെ അസ്ഥിത്താഴ്വരയിലേക്ക് കൊണ്ടിട്ടു. നടക്കാൻ പറഞ്ഞു, എല്ലാം കാണിച്ചു കൊടുത്തു. ചോദിച്ചു, ജീവിക്കുമെന്ന് ചോദിച്ചു. നീ അറിയുന്ന കർത്താവേ, എന്നാ പ്രവചിക്കാൻ പറഞ്ഞു. എൻ്റെ ശുശ്രൂഷ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? എൻ്റെ കൂടെ ഇറങ്ങിയ ഒത്തിരി ആളുകളുണ്ട്. എൻ്റെ കൂടെ ഗ്രാജുവേറ്റ് ചെയ്ത ഒത്തിരി സെമിനാരി വിദ്യാർത്ഥികളുണ്ട്. അവരെല്ലാം വലിയ വലിയ തിയോളജിക്കൽ കോളേജിൻ്റെ വലിയ ഇതിനകത്തൊക്കെ ഇരിക്കുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ എത്ര ആത്മാക്കളെ ചേടുകയും ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനില്ല. എത്ര സഭ സ്ഥാപിച്ചു? ഐ എം വെരി ഹാപ്പി. എന്നോട് പലരും ഞങ്ങളുടെയൊക്കെ ഗെറ്റ് ടുഗദർ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കാറുണ്ട്, ഹൗ കെൻ യു ഡു ഓൾ ദീസ് തിങ്സ്? നിനക്ക് എങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നേ? നീ അത് ചെയ്യുന്നു, നീ ഇത് ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇതൊക്കെ ഞങ്ങൾ കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. അതിൽ കുറച്ച് പേര് മലയാളി കേൾക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഹൗ യു ഡു? യഹോവയുടെ കൈ എൻ്റെ മേൽ വന്നു. ഓരോ ദിവസം പൊക്കി ഓരോരുത്തർ കൊണ്ടിടുക. ഗാഡ്സ് പ്രസൻസ്. എൻ്റെ അവയവങ്ങൾ ഇനി അനീതിയുടെ അവയവങ്ങൾ അല്ല. എൻ്റെ അവയവങ്ങൾ നീതിയുടെ അവയവങ്ങളാണ്. ഈ അവയവങ്ങൾ ദൈവം തന്നിരിക്കുന്നത് എന്തിനാ? നീതി ചെയ്യാനാ, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താനാ. ആരെങ്കിലുമൊക്കെ ദൈവത്തിൻ്റെ നീതി എന്ത് ചെയ്യണമെന്ന് അറിയാമോ? അറിയണം. കഴിഞ്ഞ ദിവസം ഞാൻ സ്നാനപ്പെടുത്തിയൊരു കൊച്ചിനെ കാണാനായിട്ടും ഇടയായി തീർന്നു. അവർ കർത്താവിൻ്റെ വേലയിലാണെന്ന് കേട്ടാൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ടായി. അന്ന് നമ്മുടെ ബൈബിൾ സ്കൂൾ തുടങ്ങുന്ന സമയത്ത്, അതുകൊണ്ട് ഇതിനെക്കുറിച്ചൊന്നും ആർക്കും അറിയാത്തതുകൊണ്ട് വടക്കേ ഇന്ത്യയിലോ ദർശനത്തോടുള്ള ബന്ധത്തിൽ വടക്കേ ഇന്ത്യയിൽ പോയി കല്യാണമൊക്കെ കഴിച്ച് ഒരു കുഞ്ഞുണ്ട് ചോദിച്ചു. ഞാൻ ചോദിച്ചു, എങ്ങനെ ഇരിക്കുന്നു കുഞ്ഞ്, എങ്ങനെയുണ്ട്? ഇത്ര നാൾ കേട്ടാൻ കാണുന്നത്, എങ്ങനെ ഇരിക്കുന്നു? വളരെ വേദനാജനകമായ ചില സംഭവങ്ങളാകട്ടെ, വളരെ വേദനാജനകമായ ചില സംഭവങ്ങൾ. ഞാൻ പറയുന്നില്ല, കാരണം പറഞ്ഞ് എപ്പോഴെങ്കിലും നിങ്ങൾ ആളുകളെ കണ്ടാൽ ബുദ്ധിമുട്ടുണ്ടാവും. ഞാൻ പറഞ്ഞു, ഭാരപ്പെടണ്ട. ദൈവം ഞങ്ങളെയൊക്കെ ഈ സ്ഥാനത്ത് ഇരുത്തിയേക്കുന്നത് നിങ്ങളെ മേൽ ഉള്ള ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ അവയവങ്ങൾ, അവയവം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സഭയോടുള്ള ബന്ധത്തിൽ നീ ഒരു അവയവമാണ്. മനസ്സിലാവുന്നു നിങ്ങൾ? ദൈവത്തിൻ്റെ സഭയോടുള്ള ബന്ധത്തിൽ നീ ഒരു അവയവമാണ്. നിന്റെ ശരീരത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിനക്ക് തന്ന അവയവങ്ങളുമുണ്ട്. കയ്യ്, കാല്, കണ്ണ്, മൂക്ക്, ചെവി. അപ്പം ഇത് രണ്ട് സെൻസിലാണ് ഉപയോഗിക്കുന്നത്. അതെ,
ദ ഹോൾ ചർച്ചിൻ്റെ പിക്ചറോടുള്ള ബന്ധത്തിൽ നീ ആ സഭയാം ശരീരത്തിൻ്റെ ഒരവയവമാണ്. നിന്നെ ദൈവം ഈ സഭയ്ക്ക് തന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ നീതി നിന്നിലൂടെ വെളിപ്പെടുത്താൻ വേണ്ടിയാ. നീ ദൈവത്തിൻ്റെ നീതി ചെയ്യാൻ വേണ്ടിയാ. അതാ ദ ഹോളിസ്റ്റിക് പിക്ചർ എടുക്കുമ്പോൾ യു ആർ ഹിയർ. നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ നീതി നിന്നിലൂടെ എന്ത് ചെയ്യണം? നീ ആളുകൾക്ക് വെളിപ്പെടുത്തി കൊടുക്കണം. 2, ആസ് എൻ ഇൻഡിവിജ്വൽ, ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നിന്റെ ഈ അവയവങ്ങൾ എന്തിനു വേണ്ടിയാ? ഫുഡടിക്കാനും മറ്റുള്ളവരെ തല്ലാനും മാത്രമല്ല, തല്ലണം എന്നല്ല, തല്ലാനല്ല, ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്താനാണ്. മൈ ലൈഫ് ഈസ് എൻറ്റയർലി ചേഞ്ച്ഡ്. എൻ്റെ ജീവിതം എന്ത് ചെയ്തിരിക്കുന്നു? എന്നേക്കുമായി മാറിയിരിക്കുന്നു. എന്നിട്ട് അവസാനമല്ലോ, സിൻ ഹാസ് നോ കൺട്രോൾ ഓവർ മീ. കാരണം എൻ്റെ ഓണർഷിപ്പ് മാറി. ഓണർഷിപ്പ്, എൻ്റെ ഉടമസ്ഥാവകാശം മാറി. ഞാൻ കർത്താവിൻ്റെ ആയിപ്പോൾ. ഇനി 7ാമത് ഇത് സ്ഥാപിച്ചിട്ട്, ഓണർഷിപ്പ് മാറി എന്നുള്ള രീതിയിൽ സ്ഥാപിച്ചിട്ട് വരുമ്പം 7ാം അധ്യായത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഓണർഷിപ്പ് മാറിയെന്നാണ് തെളിയിക്കുന്നത്. അതാ 7ാം അധ്യായത്തിൽ. അത് നമ്മൾ നാളെ ചിന്തിക്കും.